ഒന്നിനു പുറകെ ഒന്നായിട്ടാണ് ആരോഗ്യവകുപ്പിൻ്റെ അനാരോഗ്യം ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പം നിലവിൽ കോട്ടയം മെഡിക്കൽ കോളേജിൽ ഒരു സ്ത്രീയുടെ ജീവൻ വരെ പൊലിഞ്ഞിരിക്കുകയാണ്. ഈ ഒരു അവസ്ഥയിൽ ഇനി വീണ ജോർജ് ഈ ഒരു അധികാര പദവിയിൽ തുടരുന്നതിൽ എന്താണ് അതിൻ്റെ ഔചിത്യം? തീർച്ചയായിട്ടും ആരോഗ്യവകുപ്പിൻ്റെ അനാരോഗ്യം പകൽ പോലെ വ്യക്തമായി കഴിഞ്ഞു. ഇനിയും ഈ അധികാരത്തിൽ വീണ കടിച്ചു തൂങ്ങരുത്. ഇപ്പോൾ നമുക്കറിയാം, കഴിഞ്ഞ ദിവസം ഡോക്ടർ ഹാരിസ് ചില വെളിപ്പെടുത്തലുകൾ നടത്തി. അതിനെ തുടർന്ന് ഈ കാക്കക്കൂട്ടിൽ കല്ലിട്ടാൽ എന്ന പോലെ മുഖ്യമന്ത്രിയും മന്ത്രിമാരും CPM നേതാക്കളും പാർട്ടി സെക്രട്ടറിയും എല്ലാം കൂടി ഡോക്ടർ ഹാരിസ് വളഞ്ഞിട്ട് ആക്രമിക്കുന്ന കാഴ്ചയും കേരളം കണ്ടു. പക്ഷേ അവർക്ക് അദ്ദേഹം പറഞ്ഞത് പ്രൊഫഷണൽ സൂയിസൈഡ് എന്നാ പറഞ്ഞത്. കേരളം സാധാരണ ജനങ്ങൾ അദ്ദേഹത്തിനൊപ്പമാണ്. അത് സോഷ്യൽ മീഡിയ നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. ജനകീയ പ്രശ്നമാണ് ഡോക്ടർ ഉയർത്തിയത്. പാവപ്പെട്ട രോഗികൾ ചികിത്സ കിട്ടാതെ മരണത്തിന് കീഴടങ്ങുന്ന അതിദാരുണമായ ഒരു സംഭവം. അത് 1-2 ദിവസത്തേക്കൊന്നും അല്ല മാറ്റിവെക്കുന്നത്, മാസങ്ങളോളമാണ് ശസ്ത്രക്രിയകൾ, തുടർ ചികിത്സകളൊക്കെ. ഇപ്പം നമ്മൾ ഈ കോട്ടയം മെഡിക്കൽ കോളേജിൻ്റെ ഈ സംഭവം കുറച്ച് മണിക്കൂർ 1-2 മണിക്കൂർ മുമ്പാണ് ഈ സംഭവം ഉണ്ടായത്. രാവിലെ ഡോക്ടർ ഹാരിസ് ഒരു പത്രസമ്മേളനം വിളിച്ചു കൂട്ടിയിരുന്നു. അതിൽ അദ്ദേഹം പറഞ്ഞത്, ഞാൻ എൻ്റെ ഔദ്യോഗിക പദവികളെല്ലാം തൽക്കാലത്തേക്ക് ഞാൻ മറ്റൊരു ഡോക്ടറിനെ കൈമാറി. എന്തുകൊണ്ടെന്ന് ചോദിച്ചപ്പോൾ എനിക്കറിയാം, നേരിടേണ്ടി വരും, ഒന്നീ സസ്പെൻഷൻ അല്ലെങ്കിൽ ഡിസ്മിസൽ, അത് ഞാൻ നേരിടേണ്ടി വരും, അത് ഞാൻ അർഹനാണ്. കാരണം ഞാൻ ഔദ്യോഗിക പദവിയിൽ ഇരിക്കുമ്പോൾ ഞാൻ അത് മറികടന്നുകൊണ്ട് പൊതുസമൂഹത്തിൽ വിമർശനം ഉന്നയിച്ചു കഴിഞ്ഞാൽ എനിക്കതിൽ വിഷമമില്ല, പരാതിയില്ല. പക്ഷെ ഞാൻ ആ സന്ദർഭത്തിൽ ആലോചിച്ചത് ഗവർണർക്ക് നേരെ ആഞ്ഞടിച്ച രജിസ്ട്രാർ, അപ്പൊ അത് ഔദ്യോഗിക പദവി ദുരുപയോഗം ചെയ്തതല്ല. അത് വളരെ വ്യക്തമാണ്. ഈ ഇവിടെ പിണറായി വിജയനും കൂട്ടരും എന്താണ് ചെയ്യുന്നത് എന്നുള്ളത് ലോകം കണ്ടുകൊണ്ടിരിക്കുകയാണ്. അരിയാഹാരം കഴിക്കുന്ന മലയാളികളെല്ലാം ഇത് കാണുന്നുണ്ട്. അപ്പോൾ കോട്ടയത്ത് ഈ കെട്ടിടം തകർന്നു വീണതിന് കാരണം എന്താണ്? കാലപ്പഴക്കം നിമിത്തം ഈ കെട്ടിടത്തിൽ അറ്റകുറ്റപ്പണികളില്ലാതെ ഇങ്ങനെ നീണ്ടുപോവുകയാണ്. ഇവര് പറഞ്ഞത് അതിനകത്ത് ആരും ഇല്ല. എന്നിട്ടാണ് ഒരു സ്ത്രീ വീണ ജോർജ് പറഞ്ഞത് അതിനകത്ത് ആരുമില്ല, അത് ഉപയോഗിക്കാതെ പൂട്ടിയിട്ടിരുന്ന കെട്ടിടം എന്നാണ്. അതിന് ഇപ്പൊ ഒരു സ്ത്രീ ഇപ്പോൾ പറയുന്നത് ഒരു സ്ത്രീ ഇപ്പൊ പറയുന്നത്, ഞാൻ തൊട്ട് മുമ്പും അത് ശുചിമുറി ഞാൻ യൂസ് ചെയ്തിരുന്നു, ഞാൻ ബാത്റൂമിൽ പോയിരുന്നു, ഭാഗ്യത്തിന് ഞാൻ അപ്പോഴും ശ്രദ്ധിച്ചു ഈ വിള്ളല്, ഞാൻ ഭാഗ്യത്തിനാണ് രക്ഷപ്പെട്ടത്. അവര് വിങ്ങലോടാണ് പറയുന്നത്. അതിനിടയിലാണ് ഒരു കുട്ടിക്ക് പരിക്കേറ്റു, അതിന് വേറെ 2-3 പേർക്ക് പരിക്കേറ്റു, ഇപ്പോൾ മരിച്ചു പോയത്. അതിനകത്ത് പലരും ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ഇനി പുറത്ത്. കാരണം ഇവര് 10ാം വാർഡിലുള്ള പലരും ഇപ്പൊ അവര് ഫോഴ്സ് ചെയ്ത് ഡിസ്ചാർജ് കൊടുത്ത് വിട്ടേക്കുവാണ്. അല്ല, അത് ആടിനെ പട്ടിയാക്കാൻ CPM-നെ പ്രത്യേകിച്ച് ആരും പഠിപ്പിക്കണ്ട. അതവർ നല്ല വെടിപ്പായിട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേരളത്തിൽ. ഇവിടെ ഈ ആരോഗ്യ മേഖലയിൽ എന്തുകൊണ്ടാണ് ഈ തകർച്ച? ആരോഗ്യമന്ത്രി പറയുന്നു ധനവകുപ്പിൽ നിന്ന് പണം കിട്ടുന്നില്ല, ധനവകുപ്പ് പണം കൊടുക്കുന്നില്ല എന്നാണ്. ധനവകുപ്പ് ആകട്ടെ സഹസ്ര കോടികളുടെ കണക്കുമായിട്ടാണ് വരുന്നത്. ആരോഗ്യവകുപ്പിന് നൽകിയ ഓരോ വർഷവും നൽകിയ തുകയുടെ വലിപ്പം അത് വെളിപ്പെടുത്തിക്കൊണ്ട് ധനമന്ത്രി ബജറ്റിൽ അനുവദിച്ചിരിക്കുന്ന തുക, അല്ലാതെ ആരോഗ്യവകുപ്പിന് നൽകിയ സഹായങ്ങൾ ഒക്കെ പറഞ്ഞുകൊണ്ട് ധനമന്ത്രി രംഗത്ത് വരുന്നു. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ കൂട്ടുത്തരവാദിത്വം നഷ്ടമായ ഒരു സർക്കാരാണ് പിണറായി വിജയൻ്റെ സർക്കാർ. കാരണം ധനമന്ത്രി ഒന്ന് പറയുന്നു, ആരോഗ്യമന്ത്രി അതിന് വിരുദ്ധമായത് പറയുന്നു. ഇതൊന്നും വേണ്ട. ഇപ്പൊ ഈ കോട്ടയം മെഡിക്കൽ കോളേജിലെ കാലപ്പഴക്കം ചെന്ന കെട്ടിടമൊന്നും ചേട്ടൻ പറഞ്ഞു. നമുക്ക് സ്വാഭാവികമായിട്ട് അവിടെ ഉള്ള ഉദ്യോഗ പദവിയിൽ സൂപ്രണ്ട് മുതലുള്ള ആൾക്കാർക്ക് അറിയാം അവിടെ ഏതൊക്കെ കെട്ടിടങ്ങൾ കൊള്ളാം, കൊള്ളരുതാത്ത, അത് ഇടിച്ചു കളയാനുള്ള ഒരു അവരെങ്ങനെ ഇടിച്ചു കളയും? ഇടിച്ചു കളഞ്ഞാൽ ഈ ചികിത്സയ്ക്ക് വരുന്ന രോഗികളെ എവിടെ താമസിപ്പിക്കും? അവർക്ക് താമസിപ്പിച്ച് ചികിത്സ നൽകേണ്ടതല്ലേ? അഡ്മിറ്റ് ചെയ്ത് ചികിത്സ നൽകേണ്ട രോഗികളെ എവിടെ അഡ്മിറ്റ് ചെയ്യും? ഈ സമയാസമയത്തിന് കെട്ടിടത്തിൻ്റെ അറ്റകുറ്റപ്പണികൾ ചെയ്യുക, അതിന് പിന്നെ പുതിയ കെട്ടിടങ്ങൾ നിർമ്മിക്കുക, ഇതൊക്കെ ചെയ്യേണ്ടത് സംസ്ഥാന സർക്കാരാണ്. അതിന് സംസ്ഥാന സർക്കാരിൻ്റെ കയ്യിൽ പണം വേണം. ഇവിടെ ദൂർത്തടിക്കാനേ പണമുള്ളൂ. നവകേരള സദസ്സ് സംഘടിപ്പിച്ചു, വലിയ ആഡംബര ബസ് വാങ്ങി, അതിൽ ലിഫ്റ്റ് വെച്ചു, കേരളീയം പരിപാടി സംഘടിപ്പിച്ചു. ഇങ്ങനെ നിരന്തരം വലിയ പരിപാടികൾ സംഘടിപ്പിച്ചു. എന്തിനു പറയുന്നു, വയനാട് ആ ചൂരൽമല ദുരന്തത്തിനിരയായ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലടക്കം എത്ര കോടി രൂപ കിടക്കുന്നു. പാലം നിർമ്മിച്ചത് പോലും ഈ ഇത്തവണത്തെ പ്രളയത്തിൽ പോയി. ഒരു ചെറിയ പാലത്തിന് അടിത്തട്ട് നിർമ്മിച്ചതേ ഉള്ളൂ, അത് വരെ പ്രളയത്തിൽ പോയി. അപ്പോൾ അതൊക്കെ അത് എന്തുകൊണ്ടാണ് പോയതെന്ന് അന്വേഷിക്കട്ടെ. ഇതിൻ്റെയൊക്കെ പുറകിൽ അഴിമതി ഉണ്ടോ ഇല്ലയോ
കാരണം ഒരു പാലം നിർമ്മിക്കണമെങ്കിൽ അതിൻ്റെ തൂണുകൾ കൃത്യമായിട്ട് സിമൻറ്റും കല്ലും മണലും കമ്പിയും ഒക്കെ ഉപയോഗിച്ച് കൃത്യമായ അളവിൽ ഉപയോഗിച്ച് നിർമ്മിച്ചാൽ അത് നിൽക്കും. അല്ല, ഈ കോട്ടയം മെഡിക്കൽ കോളേജ് തന്നെ തകർന്നടിഞ്ഞ് വീണപ്പോൾ ഉടനെ വന്ന ഒരു പോസ്റ്റ് ഉണ്ട്, ഒരു ട്രോളുകളുണ്ട്. ഇനി അതിന് വേസ്റ്റ് വാരാൻ വേണ്ടി ഊരാളുങ്കലിന് 50 കോടി വകയിരുത്തി അതൊക്കെ ചെയ്യും. അതാണ് CPM. പക്ഷെ ഇവിടെ നമുക്കൊരു കാര്യം മനസ്സിലായി, ഈ കൂട്ടുത്തരവാദിത്വം നഷ്ടപ്പെട്ട ഒരു സർക്കാരാണ് ഇപ്പോൾ ഭരിക്കുന്നത് കേരളം. അവർക്ക് യാതൊരു വിധത്തിലും മന്ത്രിമാർ തമ്മിലൊരു ഏകോപനമില്ല. ആരോഗ്യമന്ത്രി ധനമന്ത്രിയെ കുറ്റം പറയുന്നു, ധനമന്ത്രി തിരിച്ച് ആരോഗ്യമന്ത്രിയെ കുറ്റപ്പെടുത്തുന്നു. വകുപ്പുകൾ തമ്മിലൊന്നും ഒരു ഏകോപനമില്ല. മുഖ്യമന്ത്രിക്ക് ഇവരുടെ പുറത്ത് നിയന്ത്രണമില്ല. ഇപ്പോൾ ഇതാ എല്ലാവരും കൂടെ ചേർന്ന്, മുഖ്യമന്ത്രി അടക്കം മന്ത്രിമാരെല്ലാം കൂടെ ചേർന്ന് രാജാവ് നഗ്നനാണ് എന്ന് വിളിച്ചു പറഞ്ഞ, സത്യം തുറന്നു പറഞ്ഞ ഒരു ഡോക്ടറെ ക്രൂശിക്കാൻ നിൽക്കുകയാണ്. ഇത് എവിടെ ചെന്നാണ്? ഇതാണോ നവകേരളം? ഇതാണോ നമ്പർ 1 കേരളം? അദ്ദേഹം തല ഉയർത്തി തന്നെ അധികാരം കൈമാറിയിട്ട് അദ്ദേഹം വെയിറ്റ് ചെയ്തിരിക്കുക. പോരട്ടെ, സസ്പെൻഷൻ എന്താ പോരട്ടെ, ഞാൻ ചിറക്കലിനെ ഈ സർക്കാർ ദ്രോഹിക്കാൻ ശ്രമിച്ചാൽ അതിന് കനത്ത തിരിച്ചടി. തെരഞ്ഞെടുപ്പിന് അധികം നാളുകളില്ല. തദ്ദേശ തെരഞ്ഞെടുപ്പ് വരാൻ പോകുന്നു, അതുപോലെ തന്നെ നിയമസഭാ തെരഞ്ഞെടുപ്പ് വരാൻ പോകുന്നു. ഇതെല്ലാം ചർച്ചയാവും. ഒന്നാമത് സംസ്ഥാനത്ത് ശക്തമായ ഭരണവിരുദ്ധ വികാരമുണ്ട് എന്നുള്ളത് പകൽ പോലെ വ്യക്തമാണ്. അത് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ തെളിയുകയും ചെയ്തു. 45% വോട്ടുണ്ടായിരുന്ന CPMന് ഇക്കുറി കിട്ടിയത് 37% വോട്ടാണ്. അതിൽ നിന്ന് തന്നെ വളരെ വ്യക്തമാണ് കേരളം എങ്ങോട്ടേക്കാണ് പോകുന്നത് എന്ന്. കേരളത്തിൻ്റെ രാഷ്ട്രീയം എന്താണ് ചിന്തിക്കുന്നത്, എന്താണ് ചെയ്യാൻ പോകുന്നത് എന്ന് കേരളത്തിൻ്റെ രാഷ്ട്രീയ മനസ്സ് വളരെ കൃത്യമായി നിർണ്ണയിക്കപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു. അത് CPMന് എങ്ങനെയും മറച്ചു പിടിച്ച് എങ്ങനെയും അധികാരത്തിൽ തിരിച്ചെത്താൻ വേണ്ടിയിട്ട് കൊടിയ പരിശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ, കഠിനമായിട്ട് അതിനുവേണ്ടി അധ്വാനിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് ഡോക്ടർ ഹാരിസ് ചിറക്കൽ ഒരു ഡെമോക്ലസിൻ്റെ വാള് പോലെ തലയ്ക്ക് മുകളിൽ എത്തിയത്. അത് കറക്റ്റായിട്ട് തലയിൽ തന്നെ പതിച്ചു. ആരോഗ്യ വകുപ്പ് മന്ത്രിയുടെ മസ്തകത്തിന് തന്നെ അടികൊടുത്തതുപോലെ ആയി അദ്ദേഹത്തിൻ്റെ വാക്കുകൾ. ഇപ്പോഴിതാ കൂനിന്മേൽ കുരു എന്ന് പറഞ്ഞ പോലെ നമ്മുടെ കോട്ടയത്തെ മെഡിക്കൽ കോളേജിൽ ഒരു കെട്ടിടം, മെഡിക്കൽ കോളേജിന്റെ കെട്ടിടം തന്നെ ഇടിഞ്ഞു വീണു. ഈ മാധ്യമപ്രവർത്തകർ രോഗികളുടെ ബൈറ്റ് എടുക്കുമല്ലോ, 1 മാസമായിട്ട് അത് അവരാരും ശ്രദ്ധിക്കും. കാരണം ഇപ്പം മറ്റൊരു തിരക്കിൻ്റെ ഇടയിൽ 1 മാസമായിട്ട് ശസ്ത്രക്രിയയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്നവരാണ് അവരെല്ലാം. 1 മാസമായി ലക്ഷദ്വീപിൽ നിന്ന് വന്ന് 3 ആഴ്ചയിൽ പുറത്തായി വെയിറ്റ് ചെയ്യുകയാണ്. ലക്ഷദ്വീപിൽ നിന്ന് വന്ന് അവരെയൊക്കെ ഫോഴ്സ് ചെയ്ത് ഇപ്പോൾ ഡിസ്ചാർജ്. നമുക്കറിയാം ഈ കോട്ടയം മെഡിക്കൽ കോളേജ് അസൂയാവഹമായ നേട്ടങ്ങൾ കൈവരിച്ച ഒരു മെഡിക്കൽ കോളേജാണ്. ഹൃദയം മാറ്റിവെക്കൽ ശസ്ത്രക്രിയ തുടങ്ങി വളരെ സങ്കീർണമായ ശസ്ത്രക്രിയകൾ ലളിതമായിട്ട് ചെലവ് കുറച്ച് ചെയ്തെടുത്ത ഒരു മെഡിക്കൽ കോളേജാണ്. കേരളത്തിൻ്റെ ആരോഗ്യരംഗത്ത് വലിയ നേട്ടങ്ങൾ അവകാശപ്പെടാൻ കഴിയുന്ന ഒരു മെഡിക്കൽ കോളേജാണ്. പക്ഷേ ആ മെഡിക്കൽ കോളേജിലെ ഇത്രയും കഴിവുള്ള ഡോക്ടർമാർ അവിടെ ഉള്ളപ്പോൾ, മികച്ച ചികിത്സ അവിടെ ലഭ്യമാകുമ്പോൾ, ആ മെഡിക്കൽ കോളേജിന് ആവശ്യമായ കെട്ടിടങ്ങൾ, അടിസ്ഥാന സൗകര്യങ്ങൾ ഏർപ്പെടുത്താൻ, കെട്ടിടങ്ങൾ നിർമ്മിച്ചു കൊടുക്കാൻ കഴിയാത്ത, അതിന് കഴിവില്ലാത്തൊരു സർക്കാരും ഒരു ആരോഗ്യമന്ത്രിയുമാണ് കേരളം ഭരിക്കുന്നതെന്നുള്ളത് ഏറ്റവും വലിയ നാണക്കേടാണ്. അത് പിണറായി വിജയൻ സർക്കാരിന് ഈ ഇരട്ടച്ചങ്കനും കാരണഭൂതനും സൂര്യനുമൊക്കെയായ ക്യാപ്റ്റൻ വിജയന് അതൊരിക്കലും ഭൂഷണമല്ല. അദ്ദേഹം പരാജയപ്പെട്ട ഒരു ടീമിൻ്റെ ക്യാപ്റ്റനാണ് എന്ന് പറയേണ്ടിയിരിക്കുന്നു. വളരെ കൃത്യമായിട്ട് ജനങ്ങളത് മനസ്സിലാക്കിയിരിക്കുന്നു. ആ പരാജയപ്പെട്ട ടീമിൻ്റെ, പരാജയം ഏറ്റുവാങ്ങിയ ടീമിൻ്റെ കപ്പിത്താന് ഒരു കാരണവശാലും ചെങ്കോൾ തിരിച്ചു കിട്ടും എന്ന് തോന്നുന്നില്ല. എന്തായാലും വരാൻ പോകുന്ന ദിവസങ്ങൾ, വരാൻ പോകുന്ന മാസങ്ങൾ കേരളം ഇനി എന്തൊക്കെ ദുരിതങ്ങളാണ് കാണാൻ പോകുന്നതെന്ന് നമുക്കറിയില്ല. ഒരു ആശുപത്രി കെട്ടിടം, ഒരു വലിയ മെഡിക്കൽ കോളേജിലെ കെട്ടിടം തന്നെ, ഈ പറഞ്ഞ കോട്ടയം മെഡിക്കൽ കോളേജ് മാത്രമല്ല, തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ ജീർണിച്ച അവസ്ഥയിലുള്ള പല വാർഡുകളും ഞാൻ കണ്ടിട്ടുണ്ട്. എനിക്കറിയാം, വീണ ജോർജ് വരട്ടെ, കാണിച്ചു കൊടുക്കാം പല വാർഡുകളും, പല ബിൽഡിങ്ങുകളും അവർ ഒരു ഭാഗത്തു നിന്ന് കെട്ടുന്നുണ്ട്. പക്ഷെ ഇത് ചേർത്ത് വെച്ച് പലതും എന്തോ നമുക്കൊരു ഇതില്ലാണ്ടാണ് അവർ കെട്ടുന്നത് ബിൽഡിങ്ങുകൾ. ഒന്നും ഒരു പരിശോധന നടത്തിയിട്ടോ അല്ലെങ്കിൽ കൃത്യമായിട്ടുള്ള എഞ്ചിനീയേഴ്സിനെ വെച്ചൊന്നും അല്ല കെട്ടുന്നത്. പല ബിൽഡിങ്ങുകളും പഴയ കാലത്തെ രാജഭരണ കാലത്തുള്ള ബിൽഡിങ്ങുകളാണ്. ഇതിനോടൊക്കെ ചേർത്ത് വെച്ച് കെട്ടുന്ന കെട്ടിടങ്ങളും ഇനിയൊരു പേമാരിയോ അല്ലെങ്കിൽ വർഷകാലം ഒക്കെ വരുമ്പോൾ, ഈ മെഡിക്കൽ കോളേജിനെ സംബന്ധിച്ച് അടിസ്ഥാന സൗകര്യങ്ങൾ അവിടെ ഏർപ്പെടുത്തുക എന്നുള്ളതാണ് ഏറ്റവും അത്യന്താപേക്ഷിതമായത്. 2, കൃത്യമായിട്ട് ചികിത്സ ഉറപ്പുവരുത്തുക. അതിനുള്ള ഉപകരണങ്ങൾ, മരുന്ന്, ആവശ്യത്തിന് വിദഗ്ധരായ ഡോക്ടർമാർ, അതുപോലെ തന്നെ ഈ പറഞ്ഞ
നഴ്സുമാർ, അറ്റൻഡർമാർ, സഹായികൾ, മറ്റുള്ളവരെല്ലാം അതെല്ലാം കൂടെ ചേർന്നാൽ മാത്രമേ മെഡിക്കൽ കോളേജിന് ഏറ്റവും മികച്ച പ്രവർത്തനം കാഴ്ചവെക്കാൻ സാധിക്കുകയുള്ളൂ. നമ്മുടെ നാട്ടിലെ പാവപ്പെട്ടവരും അശരണരും ദരിദ്രരുമായ രോഗികളുടെ ഏക ആശ്രയമാണ് മെഡിക്കൽ കോളേജുകൾ. അവരുടെ ജീവൻ രക്ഷിക്കാൻ വേണ്ടുന്ന ഏക കേന്ദ്രമാണ്, ആതുരാലയമാണ് മെഡിക്കൽ കോളേജ് എന്നുള്ളത് മറക്കാൻ പാടില്ല. മറ്റ് ചെറിയ ചെറിയ ആശുപത്രികളൊക്കെ കൈയൊഴിയുന്ന കേസ്, സ്വകാര്യ ആശുപത്രികൾ പോലും കൈയൊഴിയുന്ന കേസുകൾ, രോഗികളെയും കൊണ്ട് മെഡിക്കൽ കോളേജിലാണ് ആൾക്കാർ വരുന്നത്. അങ്ങനെ വരുന്ന പല രോഗികളും മെഡിക്കൽ കോളേജിൽ ചികിത്സ കിട്ടി രോഗം ഭേദമായി രക്ഷപ്പെട്ട് ജീവിതത്തിലേക്ക് മടങ്ങിയെത്തിയ നിരവധി സംഭവങ്ങളുണ്ട്. ഇത്രയൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കോട്ടയം മെഡിക്കൽ കോളേജ് വളരെ മികവിൻ്റെ ഒരു കേന്ദ്രമാണ്. ആ മെഡിക്കൽ കോളേജിൽ ഇങ്ങനെ കെട്ടിടം തകർന്നു, അടിസ്ഥാന സൗകര്യങ്ങളില്ല, അറ്റകുറ്റപ്പണി ചെയ്തില്ല, പുതിയ കെട്ടിടം നിർമ്മിച്ചില്ല, ഈ കാലപ്പഴക്കം ചെന്ന കെട്ടിടം ജീർണിച്ച് തകർന്നു എന്ന് പറയുന്നത് ആരോഗ്യ കേരളത്തിന്, നമ്പർ 1 കേരളത്തിന് മഹാ നാണക്കേടാണ്.